ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് വിവിധയിടങ്ങളിൽ ബസ് അപകടം ഉണ്ടായിട്ടുണ്ട്. കൊയിലാണ്ടി വെങ്ങളം മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓമശ്ശേരി തിരുവമ്പാടി റോഡിൽ താറോൾ വളവിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് രതീഷ് വാസുദേവനോട് ചോദിച്ചറിയാം. രതീഷ്, വിവിധ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെയൊക്കെ നില എത്തരത്തിലാണ്? എത്രത്തോളം ആൾക്കാർക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്? അപകടത്തിൽ കാര്യമായ പരിക്കില്ല. സാരമായ പരിക്കേൽക്കാത്ത ആളുകളെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അത് വലിയ തരത്തിൽ ഗുരുതരമായ പരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൊയിലാണ്ടി ഭാഗത്ത് 2 സ്വകാര്യ ബസ്സുകൾ, അത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗത തന്നെയാണ് ഇതിന്റെ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ബസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. വലിയ ഗുരുതരമായ പരിക്കില്ല എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പലരെയും തിരുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും മുഖത്തിനും മറ്റുമാണ് പരിക്കേറ്റുള്ളത്. വളരെ പൊടുന്നനെ വന്ന് ബ്രേക്ക് ചെയ്താണ് ഇരു വണ്ടികളും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ പരിക്കുകൾ കൂടാൻ കാരണമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ബസ്സിലുള്ള യാത്രക്കാരെ ഈ ആശുപത്രികളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ അവസ്ഥയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പരിക്ക് എല്ലാ യാത്രക്കാർക്കും പരിക്കുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംഗീത.